അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ്, ആയിഷ തന്നെ പറയാണ്, മദീനയിലെ പള്ളിയിൽ ഹബശിക്കാരായ ചില അടിമകൾ അവരുടെ കുന്തമെറിയുന്ന മത്സരം അതിങ്ങനെ പരിശീലിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അത് അവരുടെ പ്രത്യേക ഒരു കളിയാണ്. അതിങ്ങനെ കളിക്കുന്ന കണ്ടപ്പോൾ മദീനക്കാർക്ക് അത് ശീലമില്ല. റസൂലുള്ളാഹി തങ്ങൾ ആയിഷാനെ വിളിച്ചു, എന്നിട്ട് കാണിച്ചു കൊടുത്തു ഈ കളി ഇങ്ങനെ കളിക്കുന്നത്. ആയിഷ പറയാണ് റളിയല്ലാഹു അൻഹ, റസൂലുള്ളാഹി തങ്ങൾ നമ്മുടെ വീടിൻ്റെ വാതിലിൻ്റെ ചുമല് ചേർത്ത് വെച്ചു. ഞാൻ റസൂലുള്ളാഹി തങ്ങളുടെ ചുമലിൽ തല വെച്ചുകൊണ്ട് റസൂലിൻ്റെ പിറകിൽ മറയായി നിന്ന് ഞാൻ ആ കളി ഇങ്ങനെ വീക്ഷിച്ചു. കുറേ സമയം ഇങ്ങനെ നിന്നു. ഞാനിങ്ങനെ മനസ്സിൽ ആഗ്രഹിച്ചു, ഞാൻ എന്തായാലും എൻ്റെ ഇഷ്ടപ്രകാരം പിരിഞ്ഞു പോകൂല, റസൂൽ മതി പോകാം എന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ തിരിച്ചു പോകൂ എന്ന ഉദ്ദേശത്തിൽ ഞാൻ അങ്ങനെ തന്നെ ഇരുന്നു. റസൂലുള്ളാഹി തങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ല വാ പോകാം മതി എന്ന് റസൂൽ എന്നോട് പറഞ്ഞിട്ടില്ല. എൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കുന്നത് വരെ റസൂലുള്ളാഹി തങ്ങൾ അവിടെ എനിക്ക് വേണ്ടി സമയം ചെലവഴിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ റസൂൽ ജോലിയില്ലാത്ത ആളായിരുന്നോ? റസൂൽ മറ്റുള്ള ബാധ്യതകളില്ലാത്ത ആളായിരുന്നോ? അല്ല. പക്ഷെ അതിനുവേണ്ടി സമയം കണ്ടെത്തി. അത് നമുക്ക് മാതൃകയാണ്. എത്ര തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും ഒരൽപ്പസമയം ഭാര്യമാർക്ക് കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. അതാണ് കുടുംബ ജീവിതത്തിന് ഇമ്പമുണ്ടാക്കുന്നത്. അതല്ലെങ്കിൽ കുടുംബം കലഹങ്ങൾ ഉണ്ടാകും. അത് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചൊരു മാതൃകയാണ്.